കർണാടകയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയും വാഹനയാത്രക്കാരെ ആക്രമിച്ചുള്ള കവർച്ചയും തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ബിദറിൽ സുരക്ഷാ ജീവനക്കാരനെ വെടിവെച്ചു കൊന്ന് 94 ലക്ഷം രൂപയാണ് കവർച്ച ചെയ്തത്. മംഗളൂരു ഉള്ളാളിൽ തോക്ക് ചൂണ്ടിയ സംഘം ബാങ്കിലെ മുഴുവൻ സ്വർണവും പണവും കവരുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ മൈസൂരുവിൽ മലയാളി വ്യവസായിയുടെ കാറ് തടഞ്ഞ് 1.5 ലക്ഷത്തോളം രൂപയും വാഹനവും കവർച്ച ചെയ്തു. തെളിവെടുപ്പിനിടെ പ്രതി പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിവെച്ചിടേണ്ട സാഹചര്യവും ഉണ്ടായി. കർണാടകയെ നടുക്കിയ ബാങ്ക് കൊള്ള കേസിലെ മുഖ്യപ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ. ഉള്ളാൾ ബാങ്ക് കവർച്ചാ കേസിലെ സൂത്രധാരൻ മുംബൈ സ്വദേശി കണ്ണൻ മണിക്കു നേരെയാണ് പോലീസ് വെടിവെച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തുനിന്ന് ലഭിച്ച പൊട്ടിയ മദ്യക്കുപ്പി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായ അഞ്ജനപ്പ, നിതിൻ എന്നിവരെ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസ് വെടിവെപ്പിൽ കാലിന് പരിക്കേറ്റ മണിയെയും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഉള്ളാൾ കോട്ടേക്കാർ സഹകരണ ബാങ്കിൽ തോക്ക് ചൂണ്ടി 4 കോടി രൂപ കൊള്ള നടത്തിയ കേസിൽ 6 അംഗ സംഘത്തിലെ 3 പേരെ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. മുഖ്യ സൂത്രധാരൻ കണ്ണൻ മണിക്ക് പുറമെ തമിഴ്നാട് തിരുവണ്ണാമലൈ പത്മനേരി സ്വദേശി മുരുകണ്ടി തേവർ, മുംബൈ സ്വദേശി ജോഷ്വ രാജേന്ദ്രൻ എന്നിവരാണ് തിരുനെൽവേലിയിൽ നിന്ന് പിടിയിലായത്. സംഘത്തിൽ നിന്ന് കവർച്ചാ മുതലിന്റെ ഒരു ഭാഗം പോലീസിന് കണ്ടെടുക്കാനായി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച കറുത്ത ഫിയറ്റ് കാറും തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും സംഘത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നെന്നും കവർച്ചയ്ക്ക് 2 മാസം മുൻപ് മംഗളൂരുവിലെത്തി പദ്ധതി തയ്യാറാക്കിയിരുന്നെന്നുമാണ് പോലീസ് പറയുന്നത്. മുംബൈയിൽ വെച്ചാണ് ഇവർ കവർച്ച ആസൂത്രണം ചെയ്തത്. മറ്റു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കവർച്ചാ സംഘത്തിന് തദ്ദേശീയരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ബംഗളൂരു ബീദറിൽ 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തി 94 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലെത്തിയ മഹേഷ് അവിടെയുള്ള ട്രാവൽ ഏജൻസിയിൽ വെടിവെപ്പ് നടത്തി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ ഛത്തീസ്ഗഡിലേക്ക് കടന്നതായും സൂചനയുണ്ട്. പ്രതിക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. മൈസൂരു റോഡിലാണ് മറ്റൊരു കവർച്ച ഉണ്ടായത്. മലയാളിയായ വ്യവസായി സൂഫിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 ലക്ഷം രൂപയും കാറും അക്രമികൾ തട്ടിയെടുത്തു. ഈ സംഭവത്തിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ കൊള്ളയും കൊലപാതകവും ഉണ്ടായ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി.